ദൈവത്തിന്റെ ദർശനം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവകൃപാലുവായ ദൈവം എളിവനെ ഈ ദേശത്ത് ഈ പരസ്യയോഗത്തിൽ കൊണ്ടുവന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഈ പരസ്യത്തോടനുബന്ധിച്ച് ഒരു തിരുവചനത്തിലൂടെ നമുക്ക് അല്പനേരം ചിന്തിക്കാം. ലൂക്കോസ് സുവിശേഷം 21-ാമത്തെ അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മഹാപരിശുദ്ധനാഥേ സ്തോത്രകർത്താവേ, എല്ലാവരായി ഞങ്ങളെ താഴ്ത്തിയിരിക്കുന്നു. ആകാശം, ഭൂമി, അനന്തകൂടി നക്ഷത്രങ്ങൾ, സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ മഹത്വം. കർത്താവികളുടെ കൃപയും ദൈവം സ്നേഹവും രക്തവിശുദ്ധി വചനത്തിന്റെ ശക്തിയും ഈ ദേശത്ത് വ്യാപരിക്കുവാൻ, ഈ സ്ഥലത്ത് വ്യാപരിക്കുവാൻ ദൈവം സഹായിക്കണമേ. പ്രതികൂലങ്ങളെ, പ്രതിബന്ധങ്ങളെ മാറ്റി നന്ദി പറയുന്നു. കർത്താവെ, നീ വിശുദ്ധീകരിക്കുന്നു. നാവിലൂടെ കേൾക്കുന്ന നല്ലൊരു തിരുവചനം ഈ ദേശത്തിന് ഒരു വിടുതലാകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിന്റെ പ്രതീകമായ യേശു വൻ കാര്യങ്ങൾ ചെയ്യുന്നു. മഹത്വം കർത്താവിന്റെ നാമം താഴ്ത്തുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാത്തിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന്, ഞാൻ പ്രാപ്തനാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുന്നത്തുകാൽ ദേശത്തെ നിവാസികളെ, ലോകം അതിന്റെ അസ്തമനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം അത് വിളിച്ചറിയിക്കുന്നു. ശക്തമായ ചൂട്, പേമാരിയാണെങ്കിൽ ശക്തമായ പേമാരി, ദാരിദ്ര്യമാണെങ്കിൽ കൊടും ദാരിദ്ര്യം. അങ്ങനെ ലോകം അതിന്റെ വല്ലാത്തൊരു ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓസോൺ പാളികളിലൂടെ വിള്ളൽ സംഭവിച്ച് സൂര്യന്റെ ചൂട് താങ്ങാനാവാതെ ഉത്തരേന്ത്യയിൽ ഒത്തിരി പേർ മരണപ്പെട്ടു. കേരളത്തിലും പാലക്കാട് പ്രദേശങ്ങളിൽ സൂര്യന്റെ ചൂട് കാരണം മരണപ്പെടുകയും അസുഖബാധന കിടക്കുന്നവരുടെയും ഒരുപാട് പേരുണ്ടായിരുന്നു. ലോകം അതിന്റെ അസ്തമനത്തിലേക്കാണ്. ഇവിടെയാണ് ബൈബിളിന്റെ പ്രസക്തി. യേശു വരാറായി എന്ന് എളിയവരായ ദേവദാസന്മാർ പറയുമ്പോൾ അവരെ പുച്ഛത്തോടെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദേശനിവാസികളെ, അവർ പറയുന്നതിന്റെ സാരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകം ഒരു മ്ലേച്ഛതയിൽ കൂടെ പോവുകയാണ്. അച്ഛനമ്മമാർ, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ യാതൊരു സ്നേഹവുമില്ലാതെ പരസ്പര വിദ്വേഷത്തിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം. സ്വന്തം മാതാപിതാക്കളെ വാർദ്ധക്യ സദനത്തിലാക്കിയിട്ട് ഹല്ലേലൂയ വിലസ് നടക്കുന്ന മക്കൾ, അച്ഛനെ അടിക്കുന്ന മകൻ, അമ്മയെ തല്ലുന്ന മക്കൾ, സഹോദരാദികൾ തമ്മിൽ വെട്ടും കുത്തും, വസ്തുവിന് വേണ്ടി, സ്ത്രീക്ക് വേണ്ടി, പണത്തിന് വേണ്ടി ഒക്കെ തല്ലുകൾ കൂടുന്ന ഒരു വല്ലാത്തൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ദൈവവചനത്തിന്റെ പ്രസക്തി. പ്രിയപ്പെട്ട ദേശനിവാസികളെ, നിങ്ങളുടെ മക്കൾ നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്? അവരുടെ ജീവിതം നല്ലൊരു യാത്രയാണോ? നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കള്ളും കഞ്ചാവും കുടിച്ച് വളരെ തീക്ഷ്ണമായ വിപ്ലവകാരികളെ പോലെ പാർട്ടിക്കാരുടെ ചിഹ്നങ്ങളും പേറി, പാർട്ടി കൊടികളും പേറി അലഞ്ഞു നടക്കുന്ന ഒരു പ്രത്യേക ലോകത്താണ് ഇന്ന് ഭൂരിഭാഗം വിദ്യാർത്ഥികളും. ദേശത്ത് മഹാമാരി പടർന്നുകൊണ്ടിരിക്കുന്നു. പച്ചവെള്ളം പോലും മായമായി കിട്ടുന്ന ഈ ലോകം, കള്ളവും കപടതയും അങ്ങേയറ്റം മാറി മാറി ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടം. നിത്യേനുള്ള സാധനത്തിന് പോലും അങ്ങേയറ്റം വില കൊടുക്കാൻ ജനങ്ങൾ വെപ്രാളപ്പെടുന്നു. സാമൂഹിക പ്രസക്തിയുള്ള ഒരു കാര്യങ്ങളും നല്ല കാര്യങ്ങളും നാട്ടിൽ നടക്കുന്നില്ല. നാട് നന്നാക്കാം, നമുക്ക് നഗരം നന്നാക്കാം എന്ന് പറയുന്നവർ കാടും വീടും വെട്ടി കൂറ്റൻ കെട്ടിടങ്ങൾ വെച്ച് കൂട്ടുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. ദൈവജനത്തിന്റെ പ്രസക്തി ആസന്നമായിരിക്കുന്നു. ജീവിതത്തിന്റെ ഗതിവേദികളിൽ എല്ലാം തകർത്തെറിഞ്ഞ് ജീവിതത്തിന്റെ ആ ഉയർച്ച മണ്ഡലങ്ങളെല്ലാം വെറും മദ്യത്തിനും മയക്കുമരുന്നിനും ഹോമിക്കപ്പെടുന്ന എത്രയോ യുവജനങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദേശനിവാസികളെ,
ഒന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മദ്യത്തിൽ നിന്നോ മയക്കുമരുന്നിൽ നിന്നോ നിങ്ങൾക്ക് മോചനം നേടാൻ കഴിയുന്നുണ്ടോ? ബൈബിളിലൂടെ മാത്രമേ അതിനൊരു മുക്തിയുള്ളൂ. നാം അധ്വാനിക്കുന്ന പണം കള്ളുഷാപ്പിലും ബാറുകളിലും കൊണ്ടുകൊടുക്കുവാൻ വ്യഗ്രത കൂട്ടുന്ന ഒരു കാലഘട്ടം. മുക്കിന് ബാറുകളും കള്ളുഷാപ്പുകളും ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. സ്കൂളുകളുടെ തൊട്ടടുത്ത് പോലും കള്ളുഷാപ്പുകളും ബാറുകളും, അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ കണി കാണുന്നത് പോലും ബാറുകളും കള്ളുഷാപ്പുകളും. ഇങ്ങനെ ദേശത്ത് നടമാടുന്ന പ്രക്രിയകൾ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. മനുഷ്യൻ അവൻ എത്രത്തോളം അഹങ്കാരിയായി നിൽക്കാൻ കഴിയുമോ അത്രത്തോളം അഹങ്കാരത്തിന്റെ ലെവലിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. മെഡിക്കൽ കോളേജുകളിലും ജനറൽ ഹോസ്പിറ്റലുകളിലും രോഗികളായി കിടക്കുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോരോ അസുഖങ്ങൾ വധിച്ച് അവർ ജീവിതത്തിൽ അവരെ അവസാന ഘട്ടത്തിൽ ദൈവത്തെ അങ്ങേയറ്റം തീവ്രതയോട് വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ ഇപ്രകാരം ഒരു വാക്യം പറയുന്നു: മരണത്തിന് കൊണ്ടുപോകുന്നതിന് വിടുവിക്കാം, കൊലക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഹല്ലേലൂയ. കൊലക്കായി നിങ്ങളുടെ വീടിന്റെ അയൽപക്കത്തുള്ള നിങ്ങളുടെ സഹോദരാദികൾ മദ്യവും മയക്കുമരുന്ന് കഴിച്ച് അച്ഛനമ്മമാരെ വാളെടുത്ത് വെട്ടാൻ പോകുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? നാവെടുത്താൽ അസഭ്യം പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ അവർ അമ്മപെങ്ങന്മാരെ പോലും തിരിച്ചറിയാതെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് മുതിർന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ലോകം അതിൻ്റെതായ ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവജനത്തിന്റെ പ്രസക്തി. പ്രിയ ദേശമേ, മടങ്ങി വരിക. പ്രിയപ്പെട്ട ജനമേ, മടങ്ങി വരുക. ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിരീശ്വരവാദമോ വിഗ്രഹാരാധനയോ ഒന്നും നിങ്ങളെ നിത്യതയിൽ എത്തിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. വിഗ്രഹാരാധനയോ അല്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ക്ഷേത്രങ്ങളും പള്ളികളിലും പോയിട്ട് ഹല്ലേലൂയ, സ്തോത്രം, തീർത്ഥാടനം ചെയ്തുകൊണ്ടും നിങ്ങളെ മുക്തിയിലേക്ക് നയിക്കുവാൻ ആർക്കും കഴിയില്ല. ദൈവത്തിന് മാത്രമേ, നസ്രാന യേശുവിന് മാത്രമേ നിന്റെ പാപം ക്ഷമിച്ച് നിന്റെ ശാപം ക്ഷമിച്ച് നിന്നെ നിത്യതയിലേക്ക് നയിക്കുവാൻ കഴിയുകയുള്ളൂ. കാൽവരി കൊലക്കളത്തിൽ 3 ഹല്ലേലൂയ സുധാണികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് നിനക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ നീ നോക്കുക. ഹല്ലേലൂയ. ആ ക്രിസ്തുവിലൂടെ മാത്രമേ നിനക്ക് ഒരു നല്ല മനുഷ്യനാകാൻ കഴിയൂ. നീ ഒരു മനുഷ്യനാകണം, ഒരു നല്ല മനുഷ്യനാകണം. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ജീവിതത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് നീ അടുത്തു വന്നാൽ നിശ്ചയമായിട്ടും നിനക്കൊരു മാനസാന്തരം കടന്നു വന്നാൽ നിശ്ചയമായിട്ടും നീ വിടുവിക്കപ്പെടും.